ഓം ശാന്തി 15-3-2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ജ്ഞാനസാഗരനായ ബാബ നിങ്ങൾക്ക് രത്നങ്ങളുടെ സഞ്ചി നിറച്ചു തരികയാണ്. എത്ര കഴിയുന്നുവോ തന്റെ സഞ്ചി നിറയ്ക്കൂ. എല്ലാ ചിന്തകളിൽ നിന്നും മുക്തമാകൂ. ചോദ്യം: ജ്ഞാനമാർഗത്തിലുള്ള ഏത് കാര്യമാണ് ഭക്തി മാർഗത്തിലും ഇഷ്ടപ്പെടുന്നത്? ഉത്തരം: ശുദ്ധത. ജ്ഞാനമാർഗത്തിലും നിങ്ങൾ കുട്ടികൾ ശുദ്ധരായി തീർന്നു. ബാബ നിങ്ങളുടെ അഴുക്ക് വസ്ത്രങ്ങളെ ശുദ്ധമാക്കാനാണ് വന്നിരിക്കുന്നത്. ആത്മാവ് എപ്പോഴാണോ ശുദ്ധം, അതായത് പാവനമായി തീരുന്നത്, അപ്പോൾ വീട്ടിലേക്ക് പോകാനുള്ള, പറക്കാനുള്ള ചിറക് ലഭിക്കുന്നു. ഭക്തിയിലും ശുദ്ധത വളരെയേറെ ഇഷ്ടപ്പെടുന്നു. ശുദ്ധമായി തീരുന്നതിനാണ് ഗംഗയിൽ പോയി സ്നാനം ചെയ്യുന്നത്. പക്ഷെ വെള്ളം കൊണ്ട് ആത്മാവൊരിക്കലും ശുദ്ധമായി തീരുന്നില്ല. ഓം ശാന്തി. മധുരമധുരമായ കുട്ടികളെ, നിങ്ങൾ ഓർമ്മയുടെ യാത്ര ഒരിക്കലും മറക്കരുത്. അതിരാവിലെ എഴുന്നേറ്റ് അഭ്യസിക്കണം. അതിൽ വാക്കുകൾ പ്രയോഗിക്കുന്നില്ല. കാരണം അതാണ് നിർവാണധാമത്തിലേക്ക് പോകാനുള്ള യുക്തി. പാവനമാകാതെ നിങ്ങൾ കുട്ടികൾക്ക് പോകാൻ സാധിക്കില്ല, പറക്കാൻ കഴിയില്ല. ഇതുമറിയാം. സത്യയുഗം ഉണ്ടാകുമ്പോഴേക്കും അത്രയധികം ആത്മാക്കളാണ് പറന്നു പോവുക. ഇപ്പോൾ കോടിക്കണക്കിന് ആത്മാക്കളാണ്. അവിടെ സത്യയുഗത്തിൽ കുറച്ച് ലക്ഷങ്ങൾ അവശേഷിക്കും. ബാക്കി എല്ലാം പറന്നു പോകും. തീർച്ചയായും ആരെങ്കിലും വന്ന് ചിറക് നൽകുന്നുണ്ടാവും. ഈ ഓർമ്മയുടെ യാത്രയിലൂടെയാണ് പവിത്രമായി തീരുന്നത്. ഇതുകൂടാതെ പാവനമായി തീരാൻ മറ്റൊരു ഉപായവുമില്ല. പതിത പാവനൻ എന്നും ഒരേയൊരു ബാബയെയാണ് പറയുന്നത്. പിന്നീട് ചിലർ ഈശ്വരൻ എന്ന് പറയുന്നു, പരമാത്മാവ് എന്ന് പറയുന്നു, ഭഗവാൻ എന്ന് പറയുന്നു. എല്ലാം ഒന്ന് തന്നെയാണ്, അനേകമല്ല. എല്ലാവരുടെയും അച്ഛൻ ഒന്നാണ്. ലൗകിക അച്ഛൻ എല്ലാവരുടെയും അവരവരുടേതാണ്. ബാക്കി പാരലൗകിക അച്ഛൻ എല്ലാവരുടെയും ഒന്നാണ്. ആ അച്ഛൻ എപ്പോഴാണോ വരുന്നത്, അപ്പോൾ എല്ലാവർക്കും സുഖം നൽകി പോകുന്നു. പിന്നീട് സുഖത്തിൽ അവരെ ഓർമ്മിക്കേണ്ട ആവശ്യമില്ല. അതും കഴിഞ്ഞു പോയതല്ലേ. ഇപ്പോൾ ബാബ ഭൂതം, ഭാവി, വർത്തമാനം ഇവയുടെ രഹസ്യത്തെക്കുറിച്ച് മനസ്സിലാക്കി തരികയാണ്. വൃക്ഷത്തിന്റെ ഭൂതം, ഭാവി, വർത്തമാനം വളരെയധികം എളുപ്പമാണ്. നിങ്ങൾക്കറിയാം എങ്ങനെ ബീജത്തിൽ നിന്ന് വൃക്ഷമുണ്ടാകുന്നു എന്ന്. പിന്നീട് വൃദ്ധിയുണ്ടായി അവസാനം അന്ത്യത്തിലേക്ക് വരുന്നു. അതിനെയാണ് ആദി, മധ്യ, അന്ത്യം എന്ന് പറയുന്നത്. അതാണ് വിവിധ ധർമ്മങ്ങളുടെ വൃക്ഷം. എല്ലാവരുടെ സംസ്കാരവും പെരുമാറ്റവും അവരവരുടേതാണ്. പുഷ്പങ്ങളിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എങ്ങനെയാണോ വൃക്ഷം, അതുപോലെ അതിന്റെ പുഷ്പങ്ങളും ഉണ്ടാകുന്നു. ആ പുഷ്പങ്ങളുടെ എല്ലാം രൂപം ഒന്നായിരിക്കും. പക്ഷേ ഈ മനുഷ്യ സൃഷ്ടിയാകുന്ന വൃക്ഷത്തിൽ പല വിധമാണ്. അതിൽ ഓരോ വൃക്ഷത്തിന്റെയും ഭംഗി വേറെ വേറെയാണ്. പക്ഷെ ഇതിൽ അനേക പ്രകാരത്തിലുള്ള ഭംഗിയുണ്ട്. ബാബ ശ്യാമസുന്ദരൻ എന്ന് പറയുന്നത് ഈ ദേവീ ദേവതകളെക്കുറിച്ചാണ്. എപ്പോഴാണോ അവർ സത്തോ പ്രധാനത്തിൽ നിന്നും തമോ പ്രധാനമായി തീരുന്നത്, അപ്പോഴാണ് സുന്ദരനിൽ നിന്നും ശ്യാമനായി തീരുന്നത്. ഇതുപോലെ മറ്റൊരു ധർമ്മത്തിലും ഉണ്ടാകുന്നില്ല. കാരണം എപ്പോഴും കറുത്തതായി തന്നെ ഇരിക്കുന്ന ധർമ്മത്തിലുള്ളവരുമുണ്ട്. അവരുടെ രൂപഭാവവും നോക്കൂ. ജാപ്പാനികളുടെ രൂപഭാവം, യൂറോപ്യരുടെ രൂപഭാവം, ചൈനക്കാരുടെ രൂപഭാവമെല്ലാം തന്നെ നോക്കൂ. ഭാരതത്തിലുള്ളവരുടെ രൂപവും ഭാവവും പരിവർത്തനപ്പെട്ടിട്ടുണ്ട്.
അവരെക്കുറിച്ച് തന്നെയാണ് ശ്യാമസുന്ദർ എന്ന മഹിമ പാടുന്നത്. മറ്റൊരു ധർമ്മത്തിലുള്ളവരെയും പ്രതിയല്ല. ഇത് മനുഷ്യ സൃഷ്ടിയുടെ വൃക്ഷമാണ്. വിവിധ ധർമ്മങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ നമ്പർ വൈസായി എങ്ങനെ വരുന്നു എന്നതിന്റെ ജ്ഞാനം നിങ്ങൾ കുട്ടികൾക്ക് ഇപ്പോൾ ലഭിക്കുന്നു. മറ്റാർക്കും തന്നെ ഈ കാര്യത്തെ മനസ്സിലാക്കി തരാൻ സാധിക്കില്ല. ഈ കൽപ്പം തന്നെ 5000 വർഷത്തിന്റേതാണ്. ഇതിനെ വൃക്ഷമെന്ന് പറയാം, ലോകമെന്ന് പറയാം. പകുതിയിൽ നിന്ന് ഭക്തി ആരംഭിക്കുന്നു. അതിനെയാണ് രാവണ രാജ്യമെന്ന് പറയുന്നത്. പഞ്ചവികാരങ്ങളുടെ രാജ്യം ആരംഭിക്കുന്നു. കാമചിതയിലിരുന്ന് പതീതവും കറുത്തതുമായി തീരുന്നു. രാവണ സമ്പ്രദായത്തിലുള്ളവരുടെ പെരുമാറ്റവും രാമസമ്പ്രദായത്തിലുള്ളവരുടെ പെരുമാറ്റവും തമ്മിൽ രാത്രിയുടെയും പകലിന്റെയും വ്യത്യാസമുണ്ട്. മനുഷ്യർ അങ്ങനെയുള്ളവരുടെ മഹിമയാണ് പാടുന്നത്. സ്വയത്തെ നീചനെന്നും പാപിയെന്നും പറയുന്നു. അനേക പ്രകാരത്തിലുള്ള മനുഷ്യരുണ്ട്. നിങ്ങൾ ധാരാളം ഭക്തി ചെയ്തിട്ടുണ്ട്. പുനർജന്മങ്ങളെടുത്ത് ഭക്തി ചെയ്തു വന്നു. ആദ്യത്തേത് അവ്യഭിചാരി ഭക്തിയാണ്. ഒന്നിന്റെ മാത്രം ഭക്തിയാണ് ആദ്യം ആരംഭിക്കുന്നത്. പിന്നീട് ഭക്തി വ്യഭിചാരിയായി തീരുന്നു. അന്തിമ സമയത്ത് തീർത്തും വ്യഭിചാരിയായി തീരുന്നു. അപ്പോഴാണ് ബാബ വന്ന് അവ്യഭിചാരി ജ്ഞാനം നൽകുന്നത്. ഈ ജ്ഞാനത്തിലൂടെയാണ് സദ്ഗതി ഉണ്ടാകുന്നത്. ഈ ജ്ഞാനത്തെക്കുറിച്ച് അറിവില്ലാത്തതുവരേക്കും ഭക്തിയുടെ തന്നെ അഹങ്കാരത്തിലായിരിക്കും. ഇതറിയുന്നില്ല ജ്ഞാനത്തിന്റെ സാഗരൻ ഒരേ ഒരു പരമാത്മാവാണെന്ന്. ഭക്തിയിൽ എത്രത്തോളം വേദശാസ്ത്രങ്ങളെല്ലാം തന്നെ ഓർമ്മിച്ച് പിന്നീട് അത് കേൾപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഭക്തിയുടെ വിസ്താരമാണ്, ഭക്തിയുടെ ശോഭയാണ്. ബാബ പറയുന്നു, ഇത് മൃഗതൃഷ്ണയ്ക്ക് സമാനമായുള്ള ശോഭയാണ്. മണൽ ദൂരെ നിന്ന് നോക്കുമ്പോൾ വെള്ളത്തെപ്പോലെ വെള്ളിക്ക് സമാനം തിളങ്ങുന്നു. മാനുകൾക്ക് ദാഹിക്കുമ്പോൾ അവ ആ മണലിലൂടെ ഓടി ഓടി അതിൽ അകപ്പെട്ടു പോകുന്നു. ഭക്തിയും അങ്ങനെ തന്നെയാണ്. അവിടെ എല്ലാവരും അകപ്പെട്ടു പോകുന്നു. അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ കുട്ടികൾ പ്രയത്നിക്കുന്നു. വിഘ്നവും ഇതിൽ തന്നെയാണ്. കാരണം ബാബ പവിത്രമാക്കി മാറ്റുന്നു. ദ്രൗപദിയും ഇതിനാണ് വിളിച്ചത്. മുഴുവൻ ലോകത്തിലും ദ്രൗപദികളും ദുര്യോധനനുമാണ്. പിന്നീട് ഇങ്ങനെയും പറയാം, നിങ്ങളെല്ലാവരും പാർവതിമാരാണ്. നിങ്ങൾ അമരകഥ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ബാബ നിങ്ങളെ അമരലോകത്തേക്ക് കൊണ്ടുപോകുന്നതിനായി അമരകഥ കേൾപ്പിക്കുകയാണ്. ഇത് മൃത്യുലോകമാണ്. ഇവിടെ അകാല മരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇരിക്കെ തന്നെ ഹൃദയാഘാതം സംഭവിക്കുന്നു. നിങ്ങൾ ആശുപത്രികളിൽ പോയി മനസ്സിലാക്കി കൊടുക്കണം. ഇവിടെ നിങ്ങളുടെ ആയുസ് എത്ര കുറവാണ്. അസുഖങ്ങൾ വരുന്നു. അവിടെ അസുഖങ്ങൾ തന്നെ ഇല്ല. ഭഗവാൻ ഉവാച, സ്വയത്തെ ആത്മാവെന്ന് മനസ്സിലാക്കൂ. അച്ഛനാകുന്ന എന്നെ ഓർമ്മിക്കൂ. മറ്റുള്ളവരോടുള്ള മമത്വം ഇല്ലാതാക്കൂ. എന്നാൽ വികർമ്മം നശിക്കും. പിന്നീടൊരിക്കലും അസുഖമുണ്ടാവുകയില്ല. കാലൻ വിഴുങ്ങുകയില്ല. ആയുസ് വർദ്ധിക്കും. ഈ ദേവതകളുടെ ആയുസ് ഉയർന്നതായിരുന്നില്ലേ? പിന്നീട് വർദ്ധിച്ച ആയുസ്സുള്ളവർ എവിടേക്ക് പോയി? പുനർജന്മം എടുത്തെടുത്ത് ആയുസ് കുറഞ്ഞു. ഇത് സുഖദുഃഖത്തിന്റെ കളിയാണ്. ഇതിനെക്കുറിച്ച് ആർക്കും തന്നെ അറിയില്ല. മേളകളും ഉത്സവങ്ങളും എത്രയാണ് ഉണ്ടാകുന്നത്? കുംഭമേളയിൽ എത്ര പേർ സ്നാനം ചെയ്യുന്നതിനായി ഒരുമിച്ച് പോകുന്നു. പക്ഷേ ഇതിലൂടെയൊന്നും പ്രയോജനമില്ല. ദിവസേന നിങ്ങൾ സ്നാനം ചെയ്യുന്നു. എല്ലാ സ്ഥലത്തേക്കുമുള്ള വെള്ളം സാഗരത്തിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഏറ്റവും നല്ല വെള്ളം കിണറിൽ നിന്ന് ലഭിക്കുന്നതാണ്. നദികളിൽ
പിന്നെയും അഴുക്കുണ്ടാകുന്നു. കിണറിലുള്ള വെള്ളം പ്രകൃതിപരമായി ശുദ്ധീകരിക്കപ്പെട്ടതാണ്. അപ്പോൾ അതിൽ കുളിക്കുന്നതാണ് വളരെയധികം നല്ലത്. ആദ്യം ഇങ്ങനെയുള്ള രീതിയായിരുന്നു. പിന്നീടാണ് നദികളിൽ കുളിക്കുന്ന സമ്പ്രദായം ഉണ്ടായത്. ഭക്തിമാർഗത്തിലും ശുദ്ധത ഇഷ്ടപ്പെടുന്നവരാണ്. പരമാത്മാവിനെയും വിളിക്കുന്നത് വരൂ, വന്ന് ഞങ്ങളെ ശുദ്ധമാക്കൂ എന്ന് പറഞ്ഞാണ്. ഗുരു നാനാക്കും പരമാത്മാവിന്റെ മഹിമയാണ് പാടിയത്. അഴുക്ക് വസ്ത്രങ്ങൾ അലക്കുന്നു എന്ന്. ബാബ വന്ന് അഴുക്ക് നിറഞ്ഞ വസ്ത്രത്തെ ശുദ്ധമാക്കുന്നു. ഇവിടെ ബാബ ആത്മാക്കളെയാണ് ശുദ്ധമാക്കുന്നത്. മറ്റുള്ളവർ ആത്മാവിനെ നിർലേപമെന്ന് മനസ്സിലാക്കുന്നു. ബാബ പറയുന്നു, ഇത് തന്നെയാണ് രാവണ രാജ്യം. സൃഷ്ടിയുടെ അധപതനത്തിന്റെ കലയാണ്. ഇങ്ങനെ ഒരു മഹിമയുണ്ട്. ഉയരുന്ന കലയിലൂടെ എല്ലാവർക്കും നന്മയുണ്ടാകുന്നു എന്ന്. സർവരുടെയും സദ്ഗതി ഉണ്ടാകുന്നു. അല്ലയോ ബാബ, താങ്കളിലൂടെ എല്ലാവരുടെയും നന്മയുണ്ടാകുന്നു. സത്യയുഗത്തിൽ എല്ലാവരുടെയും നന്മയാണ് ഉണ്ടാകുന്നത്. അവിടെ എല്ലാവരും ശാന്തിയിലാണ്. ഒരേ ഒരു രാജ്യമാണ്. ആ സമയത്ത് ബാക്കി എല്ലാ ആത്മാക്കളും ശാന്തിധാമത്തിലായിരിക്കും ഉണ്ടാവുക. ഇന്നത്തെ മനുഷ്യർ വിശ്വത്തിൽ ശാന്തി സ്ഥാപിക്കുന്നതിനായി ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട്. അവരോട് ചോദിക്കൂ, ഇതിനു മുമ്പ് വിശ്വത്തിൽ എപ്പോഴെങ്കിലും ശാന്തി ഉണ്ടായിരുന്നോ? അതുകൊണ്ടാണോ ഇപ്പോഴും അതിനായി യാചിക്കുന്നത്? അവർ അപ്പോൾ പറയും, കലിയുഗത്തിൽ ഇനിയും 40,000 വർഷങ്ങൾ ബാക്കിയുണ്ടെന്ന്. 5000 വർഷത്തിന്റെ ഒരു കൽപ്പം എന്ന് പറയുന്നതും കലിയുഗത്തിൽ തന്നെ 40,000 വർഷങ്ങൾ ഇനിയും അവശേഷിക്കുന്നുണ്ട് എന്ന് പറയുന്നതും തമ്മിൽ എത്ര വ്യത്യാസമാണ്! അനേക അഭിപ്രായങ്ങളുണ്ട്. ബാബ വന്ന് സത്യം പറഞ്ഞു തരുന്നു, നമ്മൾ 84 ജന്മങ്ങൾ എടുക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് വർഷങ്ങൾ ഉണ്ടെങ്കിൽ മനുഷ്യൻ മൃഗങ്ങളായും മാറുമല്ലോ. പക്ഷെ അതിനുള്ള നിയമമില്ല. 84 ജന്മങ്ങളും മനുഷ്യന്റേത് തന്നെ ആയിരിക്കും എടുക്കുന്നത്. അതിന്റെ കണക്കുകളും ബാബ തന്നെയാണ് മനസ്സിലാക്കി തരുന്നത്. ഈ ജ്ഞാനം നിങ്ങൾ കുട്ടികൾ ധാരണ ചെയ്യണം. ഋഷി മുനിമാർ ഇതൊന്നും തന്നെ അറിയില്ല എന്ന് പറഞ്ഞു. അതായത് ഇതൊന്നും തന്നെ ഞങ്ങൾക്കറിയില്ല. അപ്പോൾ നാസ്തികരായില്ലേ? അപ്പോൾ തീർച്ചയായും ആരെങ്കിലും ആസ്തികരും ഉണ്ടാകും. ദേവതകളാണ് ആസ്തികർ. രാവണ രാജ്യത്തിലുള്ളവരാണ് നാസ്തികർ. ജ്ഞാനത്തിലൂടെയാണ് നിങ്ങൾ ആസ്തികരായി മാറുന്നത്. പിന്നീട് 21 ജന്മത്തേക്കുള്ള സമ്പത്ത് ലഭിക്കുന്നു. പിന്നെ ജ്ഞാനത്തിന്റെ ആവശ്യം തന്നെ ഇല്ല. ഇപ്പോൾ പുരുഷോത്തമ സംഗമയുഗമാണ്. ഇതിലൂടെ നമ്മൾ ഉത്തമത്തിലും ഉത്തമ പുരുഷൻ, അതായത് സ്വർഗത്തിന്റെ അധികാരി ആയി തീരുകയാണ്. ഇതിൽ ആര് എത്രത്തോളം പഠിക്കുന്നുവോ അത്രത്തോളം ഉയർന്ന പദവി നേടാൻ സാധിക്കുന്നു. വിദ്യാഭ്യാസമുണ്ടെങ്കിൽ വിശ്വത്തിന്റെ അധികാരി ആകാം, അല്ലെങ്കിൽ കുറഞ്ഞ പദവി ലഭിക്കുന്നു. പക്ഷെ അവിടെയുള്ള രാജ്യപദവി സുഖത്തിന്റേതാണ്, ഇവിടത്തേത് ദുഃഖത്തിന്റേതും. ആസ്തികരായി തീർന്നാൽ സുഖത്തിന്റെ രാജ്യപദവി നേടുന്നു. പിന്നീട് രാവണൻ വരുന്നതിലൂടെ നാസ്തികരായി തീരുന്നു. അപ്പോഴാണ് ദുഃഖമുണ്ടാകുന്നത്. ഭാരതം പവിത്രമായിരുന്നപ്പോൾ അളവറ്റ ധനം ഉണ്ടായിരുന്നു. സോമനാഥ ക്ഷേത്രം എത്ര നല്ല രീതിയിലാണ് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. ക്ഷേത്രം ഉണ്ടാക്കുന്നതിനായി ഇത്രയ്ക്കും സമ്പത്തുണ്ടെങ്കിൽ സ്വയം ഉണ്ടാക്കിയ ആൾക്ക് എത്ര സമ്പത്തുണ്ടായിരിക്കും? ഇത്രയും സമ്പത്ത് എവിടെ നിന്ന് ലഭിച്ചു? ശാസ്ത്രത്തിൽ എഴുതിയിട്ടുണ്ട്, സാഗരം പാത്രങ്ങൾ നിറച്ചു കൊടുത്തു എന്ന്. ഇപ്പോൾ ജ്ഞാനസാഗരനായ ബാബ നിങ്ങൾക്ക് ജ്ഞാനത്തിന്റെ പാത്രം നിറച്ചു നൽകുന്നു. ഇപ്പോൾ നിങ്ങളുടെ സഞ്ചി നിറച്ചു തരികയാണ്.
മറ്റുള്ളവർ ശങ്കരന്റെ മുന്നിൽ പോയി പാടുന്നു, സഞ്ചി നിറച്ചു തരൂ എന്ന്. അച്ഛനെ അറിയുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ബാബ നമ്മുടെ സഞ്ചി നിറച്ചു തരികയാണെന്ന്. ആർക്ക് എത്രത്തോളം വേണമോ നിറയ്ക്കാം. എത്രത്തോളം നല്ല രീതിയിൽ പഠിക്കുന്നുവോ സ്കോളർഷിപ്പ് ലഭിക്കുന്നു. വേണമെങ്കിൽ ഉയർന്ന ഡബിൾ കിരീടധാരി ദേവതയായും മാറാം. സാധാരണ പ്രജകളോ ദാസീദാസനായും മാറാം. ധാരാളം പേർ ബാബയോട് വിട പറയുന്നവരുണ്ട്. അതും ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. ബാബ പറയുന്നു, എനിക്കൊരു ചിന്തയുമില്ല, ഞാൻ ചിന്തയിൽ നിന്ന് മുക്തനാണ്. നിങ്ങളെയും അതുപോലെയാക്കി മാറ്റുന്നു. ചിന്തയിൽ നിന്ന് മുക്തമാക്കി മാറ്റുന്ന സ്വാമിയാണ് എല്ലാവരുടെയും സദ്ഗുരു. എല്ലാവരുടെയും അച്ഛനായ സ്വാമിയെയാണ് അധികാരിയെന്നും പറയുന്നത്. ബാബ പറയുന്നു, ഞാൻ നിങ്ങളുടെ പരിധിയില്ലാത്ത ടീച്ചറാണ്. ഭക്തിമാർഗത്തിൽ നിങ്ങൾ അനേക ടീച്ചർമാരിൽ നിന്നും അനേക വിദ്യകൾ പഠിക്കുന്നു. ബാബ നിങ്ങളെ പഠിപ്പിക്കുന്ന ജ്ഞാനമാണ് ഏറ്റവും വേറിട്ടത്. ബാബ ജ്ഞാനത്തിന്റെ സാഗരനാണ്, എല്ലാം അറിയുന്നവൻ എന്ന് ഒരിക്കലും പറയരുത്. ഇങ്ങനെ ധാരാളം പേർ പറയുന്നുണ്ട്, താങ്കൾക്ക് ഞങ്ങളുടെ ഉള്ളിനെ അറിയാം. ബാബ പറയുന്നു, ഞാൻ ഒന്നും തന്നെ അറിയുന്നില്ല. ഞാൻ നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ആത്മാക്കൾ തന്റെ ഈ സിംഹാസനത്തിലാണ് ഇരിക്കുന്നത്. ജ്ഞാനം ഈ സിംഹാസനത്തിലാണ് വസിക്കുന്നത്. ആത്മാവ് ഇത്രയ്ക്കും ചെറിയ ബിന്ദുവാണെന്ന് ആർക്കും തന്നെ അറിയില്ല. അപ്പോഴാണ് ബാബ പറയുന്നത്, ആദ്യം ആത്മാവിനെ കുറിച്ച് മനസ്സിലാക്കൂ, പിന്നീട് ബാബയെ മനസ്സിലാക്കാൻ സാധിക്കും. ബാബ ആദ്യം ആത്മജ്ഞാനമാണ് മനസ്സിലാക്കി തരുന്നത്. പിന്നീട് ബാബയുടെ പരിചയം നൽകുന്നു. ഭക്തിയിൽ സാളിഗ്രാമത്തെ ഉണ്ടാക്കി പൂജിച്ച് പിന്നീട് അതിനെ നശിപ്പിക്കുന്നു. ബാബ പറയുന്നു, ഇതെല്ലാം തന്നെ പാവകളുടെ പൂജയാണ്. ആരാണോ ഈ കാര്യങ്ങളെയെല്ലാം തന്നെ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നത്, അവർ മറ്റുള്ളവരുടെയും മംഗളം ചെയ്യുന്നു. ബാബ മംഗളകാരിയാണെങ്കിൽ കുട്ടികളും അതുപോലെയായി തീരണം. ചിലർ മറ്റുള്ളവരെ ചെളിക്കുണ്ടിൽ നിന്ന് പുറത്തേക്കെടുത്ത് സ്വയം അതിൽ തന്നെ കുടുങ്ങി മരിക്കുന്നു, അപവിത്രരായി തീരുന്നു. സമ്പാദിച്ചതെല്ലാം തന്നെ നഷ്ടപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ബാബ പറയുന്നത്, വളരെയധികം ശ്രദ്ധയോടെ ഇരിക്കണമെന്ന്. കാമചിതയിൽ ഇരിക്കുന്നതിലൂടെയാണ് നിങ്ങൾ കറുത്തതായി തീരുന്നത്. നിങ്ങൾ പറയുന്നു, ഞങ്ങൾ തന്നെയായിരുന്നു വെളുത്തവർ, ഇപ്പോൾ ഞങ്ങൾ തന്നെ കറുത്തതായി തീർന്നു. നമ്മൾ തന്നെയായിരുന്നു ദേവതകൾ, നമ്മൾ തന്നെ താഴേക്ക് വീണു. ഇല്ലെങ്കിൽ 84 ജന്മം ആരെടുക്കാനാണ്? ഈ കണക്കാണ് ബാബ മനസ്സിലാക്കി തരുന്നത്. കുട്ടികൾക്ക് വളരെയധികം പ്രയത്നിക്കേണ്ടതായിയുണ്ട്. പകുതി കൽപ്പമായി വിഷയസാഗരത്തിൽ പെട്ടുപോയവരെ അതിൽ നിന്ന് മുക്തമാക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അഥവാ ആരെങ്കിലും കുറച്ചു ജ്ഞാനമെങ്കിലും നേടുകയാണെങ്കിൽ അതൊരിക്കലും നശിക്കുന്നില്ല. ഈ കഥ സത്യനാരായണനായി മാറുന്നതിനുള്ളതാണ്. പിന്നീട് പ്രജയായും മാറുന്നു. കുറച്ചു കേട്ടു പോകുന്നവർ വീണ്ടും വന്ന് മനസ്സിലാക്കാനും സാധ്യതയുണ്ട്. ഇനി മുന്നോട്ടു പോകുന്തോറും മനുഷ്യരിൽ വൈരാഗ്യമുണ്ടാകുന്നു. എങ്ങനെയാണോ ശ്മശാനത്തിൽ വൈരാഗ്യമുണ്ടാകുന്നത്, അതിൽ നിന്ന് പുറത്തേക്ക് പോയാൽ അത് കഴിഞ്ഞു. നിങ്ങളും എപ്പോഴാണോ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്, നല്ലത് നല്ലത് എന്ന് പറയുന്നു, പുറത്തേക്ക് പോയാൽ കഴിഞ്ഞു. പറയുന്നു, ജോലിയെല്ലാം കഴിഞ്ഞു വരാമെന്ന്. പുറത്തേക്ക് പോയാൽ മായ തല തിരിപ്പിച്ചു വിടുന്നു. കോടിയിൽ ചിലർ മാത്രമേ വരികയുള്ളൂ. രാജ്യപദവി നേടുന്നതിനായി പ്രയത്നിക്കണം. ഓരോരുത്തരും തന്റെ ഹൃദയത്തോട് ചോദിക്കണം, പരിധിയില്ലാത്ത അച്ഛനെ നമ്മൾ എത്ര സമയം ഓർമ്മിക്കുന്നുണ്ട്? ബാബയുടെ സ്മൃതി മറന്നു പോകുന്നു എന്ന് പറയുന്നു.
അജ്ഞാനത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, എനിക്ക് അച്ഛനെ മറന്നു പോകുന്നു എന്ന്? ബാബ പറയുന്നു, എത്ര തന്നെ കൊടുങ്കാറ്റ് വന്നാലും നിങ്ങൾ ഇളകരുത്. കൊടുങ്കാറ്റ് വന്നാലും കർമ്മേന്ദ്രിയങ്ങളിലൂടെ കർമ്മം ചെയ്യരുത്. പറയുന്നു, ബാബ മായ ജാലവിദ്യ കാണിച്ചു. ബാബ പറയുന്നു, മധുരമധുരമായ കുട്ടികളെ ഓർമ്മിക്കുകയാണെങ്കിൽ കറ ഇല്ലാതായി തീരുന്നു. ആത്മാവിലാണ് കറ പുരളുന്നത്. അത് ഓർമ്മയിലൂടെ മാത്രമേ ഇല്ലാതാകൂ. ബാബയും ബിന്ദുവാണ്. കറയെ ഇല്ലാതാക്കാനായി ബാബയുടെ സ്മൃതിയല്ലാതെ മറ്റൊരു ഉപായവുമില്ല. ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികളെ പ്രതി മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും പുലർക്കാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം. 1. മംഗളകാരിയായ അച്ഛന്റെ കുട്ടികളാണ് നമ്മൾ. അതുകൊണ്ട് സ്വയത്തിന്റെയും മറ്റുള്ളവരുടെയും മംഗളം ചെയ്യണം. സമ്പാദ്യത്തെ നശിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു കർമ്മവും ചെയ്യരുത്. ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. 2. പഠിപ്പ് നല്ല രീതിയിൽ പഠിച്ച് ജ്ഞാനരത്നങ്ങളാൽ തന്റെ സഞ്ചിയെ നിറയ്ക്കണം. സ്കോളർഷിപ്പ് നേടാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. ബാബയ്ക്ക് സമാനം ചിന്തയിൽ നിന്ന് മുക്തം, അതായത് നിശ്ചിന്തമായിരിക്കണം. വരദാനം: തിരിച്ചറിയാനുള്ള ശക്തിയിലൂടെ പഴയ സ്വഭാവ സംസ്കാരങ്ങളിൽ നിന്നും വേറിട്ടിരിക്കുന്ന മായാജീത്തായി ഭവിക്കൂ. ഈ പഴയ ദേഹത്തിന്റെ സ്വഭാവവും സംസ്കാരവും വളരെ കഠിനമാണ്. മായാജീത്താകുന്നതിന് വലിയ വിഘ്നമായി മാറുന്നു. സ്വഭാവ സംസ്കാരമാകുന്ന സർപ്പം അവസാനിക്കുന്നു, എന്നാൽ അടയാളം അവശേഷിക്കുന്നു. അത് സമയം വരുമ്പോൾ വീണ്ടും വീണ്ടും ചതിക്കുന്നു. പലതവണ തെറ്റാണെന്ന് മനസ്സിലാക്കാത്ത വിധം മായയ്ക്ക് വശീഭൂതരാകുന്നു, പരവശരാകുന്നു. അതിനാൽ പരിശോധിക്കൂ. തിരിച്ചറിയാനുള്ള ശക്തിയിലൂടെ മറഞ്ഞിരിക്കുന്ന സ്വഭാവ സംസ്കാരങ്ങളിൽ നിന്നും വേറിട്ടവരാകൂ. അപ്പോൾ മായാജീത്തായി മാറും. സ്ലോഗൻ: എന്റേതെന്ന അനേക ബന്ധങ്ങളെ സമാപ്തമാക്കുക തന്നെയാണ് ഫരിഷ്ത ആകുക. ഓം ശാന്തി.